ഹായ് സുഹൃത്തുക്കളെ, എസ് എ ചാനലിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലാമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചാലാമ്പാടത്തിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 500 മീറ്റർ വരില്ല, എന്നാലും നമ്മൾ 500 മീറ്റർ എന്ന് പറയുന്നത് നോക്കിക്കോണം. ഇത് ടാർ റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ, എല്ലാ വാഹനങ്ങളും വരത്തക്ക സൗകര്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തുനിന്ന് ഈ ടാറിട്ട റോഡിൽ നിന്ന് ഇതാണ് വഴി. 14 അടി വീതിയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. ടോറസ് വേണമെങ്കിൽ നമുക്ക് ഇറക്കാം നമ്മളെ പറമ്പിനകത്ത്. പറഞ്ഞാൽ മനസ്സിലായി, ടോറസ് വേണമെങ്കിൽ നമ്മളെ പറമ്പിനകത്ത് ഇറക്കാം. അത്രയും വീതിയുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ നടക്കുന്നതാണ് വഴി. കണ്ടല്ലോ, ഈ ക്യാമറ പോകുന്ന പോക്കണ്ടല്ലോ, ഈ ക്യാമറ പോകുന്നതാണ് നമ്മളെ വഴി. ഇതാ നോക്കിക്കൊള്ളാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതൊരു വാഹനവും പോകത്തക്ക വഴിയാണ്. എല്ലാ വാഹനങ്ങളും ഇറങ്ങാനുള്ള സൗകര്യമായിട്ടുള്ള ഞാൻ ഈ പോകുന്ന ഇത് കണ്ടോ ഈ വഴി. റോഡിൽ നിന്ന് താഴോട്ടിറങ്ങാനായിട്ട് 14 അടി വീതിയുണ്ട്. ഇങ്ങോട്ടൊരു 10-12 അടി നമുക്ക് കൂട്ടാം. ഇത് കണ്ടോ, ഇത് എത്ര സെൻറ്റ് സ്ഥലമാണ്? 20 സെൻറ്റ് സ്ഥലം അല്ലേ? ഇതേ കണ്ടോ, അവിടെ നിന്ന് കല്ല് കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ അതായത് ഈ വഴിയുടെ കല്ലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. നോക്കിക്കോ, ഈ കല്ലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്ന വീതി ഒന്നാക്കിയത് ഒരു 12-14 അടി വീതി വരും ഇവിടെ. ഈ വഴിയോടുകൂടി പ്രമാണം ചെയ്യുമ്പോൾ ഈ വഴിയോടുകൂടിയാണ് പറയണത്. പറയാൻ മനസ്സിലല്ലേ? ഈ വണ്ടി ഇറങ്ങാനുള്ള വഴിയോടുകൂടിയാണ് പറയുന്നത്. ഇത് 20 സെൻറ്റ് സ്ഥലമാണ്. അതായത് നിലം കയറ്റക്കറിയൊന്നുമല്ല, കരഭൂമി തന്നെയാണ്. 20 സെൻറ്റ് സ്ഥലം, 20 സെൻറ്റ് സ്ഥലം ആണ് ഈ പറയുന്നത്. പറയാൻ മനസ്സിലല്ലേ? ഈ ആ വഴി കണ്ടല്ലോ, ഈ വഴി കണ്ടല്ലോ, ഈ വഴി ടാറിട്ട റോഡിൽ നിന്നേ ഇത്രയും വീതിയുള്ള വഴിയാണ്. പറയാൻ മനസ്സിലായോ? ടാറിട്ട റോഡിൽ നിന്ന് ഇത്രയും വീതിയുള്ള വഴിയാണ്. പറയാൻ മനസ്സിലായില്ലേ? ഇത്രയും വീതിയുള്ള വഴി. നമ്മളിതിൻ്റെ എൻഡ് കാണിച്ചു തരാം. 20 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സ്ക്വയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന 20 സെൻറ്റ് സ്ഥലം. പറയാൻ മനസ്സിലായില്ലേ? ഇതിനകത്ത് തെങ്ങ്, വാഴ, പിന്നെ നോക്കൂ, ഇതാണ് ഈ കല്ല് വെച്ചിരിക്കുന്നതാണ് ഈ പറമ്പിൻ്റെ അതിര്. കണ്ടോ, ഇതാ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് കെട്ടുണ്ട്. മനസ്സിലായോ? ഇതാ കണ്ടോ, ഇതിൽ മേളിൽ വേണമെങ്കിലും വീട് വയ്ക്കാം. ഇതിൽ 2 വീട് നല്ല അടിപൊളിയായിട്ട് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ 4 വീട്, അതായത് 5 സെൻറ്റ് വേണമെങ്കിൽ ഫ്ലോട്ട് തിരിച്ച് 4 വീട് എന്നുള്ള സ്ഥല സൗകര്യമുണ്ട് ഇതിൽ. പറഞ്ഞ് മനസ്സിലായോ? ഇത് കണ്ട 4 വീട് വയ്ക്കാൻ നല്ല സ്ഥല സൗകര്യമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല അലുവ കഷ്ണം കണക്ക് കിടപ്പുണ്ട്. ഇതുപോലൊരു ഫ്ലോട്ട്, ഇത്രയും നല്ല കണ്ടീഷനായിട്ട് കിടക്കുന്നൊരു ഫ്ലോട്ട് എവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ? ഈ തേക്കില്ല, ആ ഒരു തേക്ക് അതിൻ്റെ ഇപ്പുറത്താണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തെങ്ങുണ്ട് ഇതിനകത്ത് കേട്ടോ. തെങ്ങ് ഒക്കെ നല്ല കായ്ക്കണതൊക്കെ തന്നെ. തെങ്ങൊക്കെ നല്ല കായ്വിലുള്ള തെങ്ങാണ്. പിന്നെ ഒരു തേക്കുണ്ട്, കുറച്ച് വാഴയുണ്ട്, ചെറിയ തെങ്ങുകൾ 2-3 തെങ്ങുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു മഹാഗണിയുണ്ട്. 1, 2, 3, 4, 5 മഹാഗണിയുണ്ട്. ഇത്തിരി ചെറുതാണ് എങ്കിലും 5 മഹാഗണിയുണ്ട്. തെങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരുവിധം നല്ല ആയിട്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ. തെങ്ങ് കണ്ടോ, തെങ്ങൊക്കെ നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങാണ്. നമ്മളിങ്ങനെ നിന്നെടുക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള തേങ്ങ എല്ലാം അരയ്ക്കാനുള്ള തേങ്ങ എല്ലാം കിട്ടും. അടുത്ത തെങ്ങാണെങ്കിൽ ഇതുണ്ടോ, അതെല്ലാം നല്ല സൂപ്പർ തെങ്ങുകളാണ് കേട്ടോ. എല്ലാം അത്യാവശ്യത്തിന് തേങ്ങ എല്ലാം കിട്ടുന്ന തെങ്ങുകളാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. 20 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ പറയുന്നതാണ്, ഇതിൻ്റെ വിലയും കാര്യങ്ങളും.
പിന്നെ ഇതിനകത്തൊരു പ്ലാവുണ്ട്. ഇതേ നല്ലൊരു പ്ലാവാണ്. ഇതുണ്ടോ, ഇതേ ചക്ക കാഴ്ച കിടക്കുന്നുണ്ടോ, നല്ലൊരു പ്ലാവാണ്. അപ്പോൾ മാവ് മാത്രമില്ല കേട്ടോ, വാഴയുണ്ട്. അത്യാവശ്യത്തിനൊരു പഴമൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാനുള്ള വാഴയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യം ഞാനിപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുമായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ചിട്ട് പറയാം. ഇതാണ് ഉടമസ്ഥൻ്റെ വീട്, മനസ്സിലായോ? ഇത് ഉടമസ്ഥൻ്റെ വീടാണ്. ഇതേ ചേച്ചി, ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, വില എങ്ങനെ ചോദിക്കുന്നത്? അല്ല, അങ്ങനെയല്ല നിങ്ങൾ ചോദിക്കുന്ന എന്ത് വിലയാണെന്ന് പറയണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് വിലയാണ്, എന്ത് വിലക്ക് സെൻറ്റിന് എന്ത് വില കിട്ടണം അത് പറയണം. അതായത് നമുക്ക് ഒളിച്ചും പതുങ്ങിയുള്ള ഒരു വീഡിയോ ഇല്ല. നേരിട്ട് ഇത് വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങൾ കറക്റ്റ് വില പറയുക. നിങ്ങൾ ഈ പറയുന്ന വില ഇതിൽ കേട്ടോണ്ടിരിക്കുകയാണ്. 1.10 അല്ലേ? ഇത് 1.10 എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കണം. ആ ശരി. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ വില കേട്ടല്ലോ. ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് 1,10,000 രൂപയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി വലിയ ടിപ്പറോ നിങ്ങൾക്ക് JCBയോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇറങ്ങാനുള്ള സൗകര്യവും വഴി സൗകര്യവും തന്നിട്ട് അവർ പറയുന്നത് 1,10,000 രൂപയാണ്. വെറും ടാറേജ് ഫ്രണ്ട് റോഡിൽ നിന്ന്, അതായത് വെറും 500 മീറ്റർ മാത്രം, ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറി ടാർ റോഡ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം. പഞ്ചായത്ത് റോഡ് തൊട്ടിട്ടില്ല, അതിൻ്റെ ഒരു ശകലം ഒരു 10 സെൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാലും 14 അടി വഴി, ടാർ റോഡിൽ നിന്ന് താഴോട്ടിറങ്ങാനായിട്ട് 14 അടി വഴിയുണ്ട്. അപ്പം മനസ്സിലല്ലേ? അപ്പോൾ ഈ വഴിയോട് കൂടിയുള്ള സ്ഥലം, ഏത് വണ്ടി ഇറങ്ങത്തക്ക സ്ഥലം അവർ ചോദിക്കുന്നത് 1.10 ഉടമസ്ഥൻ ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. എന്തേലും ഒരു ചെറിയ വ്യത്യാസം നമുക്ക് വരുത്താം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ചാനൽ എല്ലായിടത്തേക്ക് എത്തിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നല്ല അടിപൊളിയായിട്ട് നമ്മളെ കൂടെ സഹകരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഈ സ്ഥലത്തിന് ഒരു വീട് വയ്ക്കാൻ അത്യാവശ്യമായിട്ട് നടക്കുന്ന വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ഒരു 10 അടി താഴുമ്പോൾ നല്ല അടിപൊളി വെള്ളം കിട്ടും. അത്രയ്ക്കും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്.